മഹാഭാരതമെന്ന ഇതിഹാസ സാഗരത്തിലെ ഏറ്റവും സങ്കീർണവും നിർണായകവുമായ ഒരു ഘട്ടമാണ് പാഞ്ചാലിയുടെ സ്വയംവരവും തുടർന്നുള്ള വിവാഹവും. കേവലം ഒരു രാജകുമാരിയുടെ പരിണയകഥ എന്നതിലുപരി ധർമ്മ സൂക്ഷ്മതകളുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും വൈകാരിക സംഘർഷങ്ങളുടെയും ദൈവിക ഇടപെടലുകളുടെയും ഒരു സംഗമഭൂമിയായി ഈ സംഭവം മാറുന്നു. പാഞ്ചാലരാജനായ ദ്രുപദന്റെ യാഗാഗ്നിയിൽ നിന്നും ഉദയം ചെയ്ത കൗരവരുടെ നാശത്തിനായി ജനിച്ചവളെന്ന് പ്രവചിക്കപ്പെട്ട ദ്രൗപദിയെ ബ്രാഹ്മണ വേഷധാരിയായിരുന്ന അർജുനൻ വില്ലൊടിച്ച് നേടിയ നിമിഷം മുതൽ പാണ്ഡവരുടെ ജീവിതം ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അരക്കല്ലത്തിലെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു കുശവന്റെ കുടിലിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചിരുന്ന അവർക്ക് ദ്രൗപദിയുടെ ആഗമനം ഒരേ സമയം പ്രതീക്ഷയും പ്രതിസന്ധിയുമായിരുന്നു. ദ്രൗപദിയെ വിവാഹം കഴിച്ച് കുശവക്കുടിലിൽ എത്തിയ പാണ്ഡവർ നേരിട്ട ബഹുമുഖമായ പ്രതിസന്ധികൾ, കുന്തിയുടെ നിർണായകമായ വാക്കിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം, പ്രതിസന്ധി പരിഹരിക്കാനെത്തിയ വ്യാസൻ, കൃഷ്ണൻ, ബലരാമൻ എന്നിവരുടെ ഇടപെടലുകൾ എന്നിവ ആഴത്തിൽ ഇവിടെ വിശകലനം ചെയ്യപ്പെടുകയാണ്. ദ്രൗപദിയുടെ സ്വയംവരം പാണ്ഡവരുടെ വനവാസത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ വിജയലഹരിയിൽ ദ്രൗപദിയുമായി കുശവക്കുടിലേക്ക് മടങ്ങിയെത്തിയ അവർക്ക് നേരിടേണ്ടി വന്നത് ഒരു ലളിതമായ കുടുംബ പ്രശ്നമായിരുന്നില്ല. മറിച്ച് അവരുടെ ഐക്യത്തെയും ഭാവിയെയും ചോദ്യം ചെയ്യുന്ന ധാർമ്മികവും വൈകാരികവുമായ രാഷ്ട്രീയവുമായ മാനങ്ങളുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ തുടക്കമായിരുന്നു. സ്വയംവര സദസ്സിൽ വെച്ച് അസാമാന്യമായ അസ്ത്രവിദ്യയിലൂടെ അർജുനൻ പാഞ്ചാലിയെ നേടിയ ശേഷം അദ്ദേഹവും സഹോദരനായ ഭീമനും ചേർന്ന് ദ്രൗപദിയുമായി തങ്ങൾ അജ്ഞാതവാസം നയിച്ചിരുന്ന കുശവന്റെ കുടിലിലേക്ക് മടങ്ങി. തങ്ങളുടെ അമ്മയായ കുന്തിയെ കണ്ടപ്പോൾ ഒരു നിഷ്കളങ്കമായ തമാശയെന്നോണം അവർ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, "അമ്മേ, ഞങ്ങൾ ഇന്ന് വിശിഷ്ടമായ ഒരു ഭിക്ഷയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, വന്നു കാണൂ." ആ സമയത്ത് മറ്റു ജോലികളിൽ വ്യാപൃതയായിരുന്ന കുന്തി മക്കൾ കൊണ്ടുവന്നത് പതിവ് പോലെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളായിരിക്കുമെന്ന് കരുതി അകത്തുനിന്ന് തന്നെ അവർ മറുപടി നൽകി, "എന്തുതന്നെയായാലും കിട്ടിയ ഭിക്ഷ നിങ്ങൾ 5 പേരും തുല്യമായി പങ്കിട്ടെടുത്തുകൊള്ളുക." എന്നാൽ പിന്നീട് മക്കൾക്കൊപ്പം നിൽക്കുന്ന പാഞ്ചാല രാജപുത്രിയെ കണ്ട കുന്തി ഞെട്ടിത്തിരിച്ചുപോയി. തൻ്റെ വാക്കിൻ്റെ അർത്ഥം ഒരു വലിയ ധർമ്മസങ്കടത്തിലേക്ക് വഴി തുറക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് അതിയായ ഖേദം തോന്നി. കുന്തിയുടെ വാക്ക് പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം വേദവാക്യമായിരുന്നു. സത്യനിഷ്ഠമായ അമ്മയുടെ വാക്ക് അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ലംഘിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അധർമ്മമായിരുന്നു. അങ്ങനെ ഒരു ലളിതമായ മറുപടി ഒരു വലിയ ധാർമ്മികമായ കെട്ടുപാടായി മാറി. അത് ആ കുടുംബത്തെ ഒരു അപ്രതീക്ഷിത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. കുന്തിയുടെ വാക്കുകൾ സൃഷ്ടിച്ച ധാർമ്മിക പ്രതിസന്ധിയേക്കാൾ ആഴത്തിലുള്ള മറ്റൊരു പ്രതിസന്ധി ആ കുടിലിനുള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ദ്രൗപദിയുടെ അസാധാരണമായ സൗന്ദര്യം ആ കുടിലെത്തിയ നിമിഷം മുതൽ സഹോദരന്മാരുടെ എല്ലാം ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു. മഹാഭാരതം വ്യക്തമാക്കുന്നതനുസരിച്ച് ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ ഒഴികെയുള്ള 4 സഹോദരന്മാരും, അതായത് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ അവളെ കണ്ട മാത്രയിൽ തന്നെ പ്രണയബദ്ധരായി. അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും കണ്ണുകളിലെ തിളക്കത്തിൽ നിന്നും അവരുടെ എല്ലാം മനസ്സിലിരിപ്പ് ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ തിരിച്ചറിഞ്ഞു. ഇത് കേവലം ഒരു സൗന്ദര്യാകർഷണം മാത്രമായിരുന്നില്ല, മറിച്ച് പാണ്ഡവരുടെ ഐക്യമെന്ന അസ്ഥിവാരത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള
ഒരു ആന്തരിക പ്രതിസന്ധിയുടെ വിത്തുകളായിരുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ പേരിൽ സഹോദരങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കുന്നതും അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും സാധാരണമാണ്. ഈ വലിയ അപകടം ധർമ്മപുത്രൻ മുൻകൂട്ടി കണ്ടു. അതോടൊപ്പം ദ്രൗപദിയെ സ്വയംവരത്തിൽ നേടിയ അർജുനൻ മറ്റൊരു ധർമ്മസങ്കടത്തിലായിരുന്നു. ജ്യേഷ്ഠന്മാരായ യുധിഷ്ഠിരനും ഭീമനും വിവാഹിതരാകുന്നതിന് മുൻപേ താൻ വിവാഹം കഴിക്കുന്നത് അനുചിതമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ആന്തരിക സംഘർഷങ്ങൾക്കെല്ലാം നടുവിൽ പാണ്ഡവരുടെ നിലനിൽപ്പിന്റെ ആധാരശിലയായ സാഹോദര്യം ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ എന്ന ഭരണാധികാരിയുടെയും കുടുംബനാഥന്റെയും യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഒരു വശത്ത് അമ്മയുടെ വാക്ക് സൃഷ്ടിച്ച ധർമ്മ പ്രതിസന്ധി, മറുവശത്ത് സഹോദരന്മാരുടെ മനസ്സിൽ രൂപപ്പെട്ട അഭിലാഷങ്ങൾ സൃഷ്ടിച്ച ആഭ്യന്തര കലഹത്തിന്റെ സാധ്യത. ഈ രണ്ട് പ്രതിസന്ധികളെയും ഒരുമിച്ച് അഭിമുഖീകരിച്ച യുധിഷ്ഠിരൻ ഒരു നിർണായക തീരുമാനമെടുത്തു. സഹോദരങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായാൽ അത് തങ്ങളുടെ സർവനാശത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ അമ്മയുടെ വാക്കിനെ മാനിച്ചുകൊണ്ടും സഹോദരങ്ങൾക്കിടയിലെ ഐക്യം നിലനിർത്തിക്കൊണ്ടും അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ ഭാഗ്യവതിയായ ദ്രൗപദിയെ നമ്മളെല്ലാവരുടെയും ഭാര്യമാരായിരിക്കും. ഈ തീരുമാനം കേവലം ഒരു പ്രശ്ന പരിഹാരമായിരുന്നില്ല, മറിച്ച് യുധിഷ്ഠിരന്റെ അസാമാന്യമായ നേതൃത്വ പാടവത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും തെളിവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന സഹോദരങ്ങൾക്കിടയിലെ ഐക്യം നിലനിർത്തുക എന്നതായിരുന്നു. കാരണം ആ ഐക്യമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി. ബഹുഭർത്തൃത്വം എന്ന സാമൂഹിക പ്രശ്നത്തിന് ഈ തീരുമാനം വഴിവെക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ആഭ്യന്തര കലഹം എന്ന അതിലും വലിയ വിപത്തിനെ ഒഴിവാക്കാൻ ആ തീരുമാനം അനിവാര്യമായിരുന്നു. ഇവിടെ ഒരു വ്യക്തിപരമായ ധർമ്മസങ്കടത്തെ കുടുംബത്തിന്റെ നിലനിൽപ്പിനും രാഷ്ട്രീയ ഭാവിക്കും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ തീരുമാനമാക്കി മാറ്റുകയായിരുന്നു യുധിഷ്ഠിരൻ. ഈ സംഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ കുശവക്കുടിലിലെ പ്രതിസന്ധി ഒരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വിധിയുടെ അരങ്ങേറ്റമായിരുന്നു എന്ന് കാണാം. കുന്തിയുടെ നാക്കുപിഴയും സഹോദരന്മാരുടെ ഒരേ സമയത്തുള്ള അനുരാഗവും യുധിഷ്ഠിരന്റെ ഭയത്തിൽ നിന്നുണ്ടായ തീരുമാനവും മാനുഷികമായ പിഴവുകളോ വികാരങ്ങളോ ആയി തോന്നാമെങ്കിലും ഇവയെല്ലാം ചേർന്ന് ബഹുഭർത്തൃത്വം എന്ന അസാധാരണമായ ഒരു പരിഹാരത്തിലേക്ക് അവരെ എത്തിച്ചു. ഈ പരിഹാരം ദ്രൗപദിയുടെ പൂർവ്വജന്മത്തിൽ ഭഗവാൻ ശിവൻ നൽകിയ വരദാനവുമായി കൃത്യമായി യോജിക്കുന്നതായിരുന്നു. അതിനാൽ ഈ പ്രതിസന്ധി ഒരു പ്രശ്നമായിരുന്നില്ല, മറിച്ച് ദൈവികമായ ഒരു പദ്ധതിയെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. പ്രശ്നത്തിൽ തന്നെ അതിൻ്റെ ദൈവികമായ പരിഹാരവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾക്കിടയിലെ ഭിന്നത എന്ന ആന്തരിക ഭീഷണി ബഹുഭർത്തൃത്വം എന്ന സാമൂഹിക നിയമലംഘനത്തെക്കാൾ വലിയ അധർമ്മമായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കർത്തവ്യം തൻ്റെ വംശത്തിൻ്റെ ഐക്യവും ശക്തിയും നിലനിർത്തുക എന്നതായിരുന്നു. ദ്രൗപദിയുടെ സൗന്ദര്യം സഹോദരനെതിരെ തിരിക്കുന്ന ഒരു വിനാശകാരിയായ ശക്തിയായി മാറുമെന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലിൽ ഭിന്നിച്ച പാണ്ഡവപക്ഷം സർവനാശത്തിന് തുല്യമായിരുന്നു. അതിനാൽ സാമൂഹികവും ശാസ്ത്രപരവുമായ എതിർപ്പുകളെ പിന്നീട് നേരിടാമെന്ന് കരുതി നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആന്തരിക ഭീഷണിയെ ഉടനടി നിർവീര്യമാക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ നേതൃത്വ ശൈലിയെയാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ കുടുംബത്തിൻ്റെ ഐക്യവും നിലനിൽപ്പുമാണ് ഏറ്റവും വലിയ ധർമ്മം.
പാണ്ഡവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ തീരുമാനത്തിന് കാരണമായ കുന്തിയുടെ വാക്കിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് കേവലം ഒരു അബദ്ധമായിരുന്നോ, അതോ ഒരു രാജമാതാവിൻ്റെ ആഴത്തിലുള്ള രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കുന്തി എന്ന കഥാപാത്രത്തിൻ്റെ സങ്കീർണതയെയും മഹാഭാരതത്തിൻ്റെ ആഖ്യാന ശൈലിയെയും ഒരേപോലെ വെളിപ്പെടുത്തുന്നു. ഏറ്റവും പ്രചാരമുള്ളതും പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നുന്നതുമായ വ്യാഖ്യാനം കുന്തിയുടെ വാക്കുകൾ തികച്ചും അപ്രതീക്ഷിതവും അബദ്ധത്തിൽ സംഭവിച്ചതുമാണെന്നാണ്. ദിവസവും ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന തൻ്റെ മക്കൾ കൊണ്ടുവരുന്നതെന്തോ അത് പങ്കുവയ്ക്കാൻ പറയുന്ന ഒരു അമ്മയുടെ സാധാരണ നിർദ്ദേശം മാത്രമായിരുന്നു അത്. എന്നാൽ കൊണ്ടുവന്നത് ഒരു രാജകുമാരിയെ ആണെന്നറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഞെട്ടലും തുടർന്നുണ്ടായ ഖേദവും ഈ വ്യാഖ്യാനത്തിന് ബലം നൽകുന്നു. ഈ കാഴ്ചപ്പാടിൽ കുന്തി ഒരു ദുരന്തത്തിൻ്റെ അവിചാരിതമായ കാരണക്കാരിയായി മാറുന്നു. അവരുടെ വാക്കിനോടുള്ള സത്യസന്ധതയും പാണ്ഡവരുടെ അചഞ്ചലമായ മാതൃഭക്തിയുമാണ് ഈ അബദ്ധത്തെ ഒരു മാറ്റാനാവാത്ത നിയമമാക്കി മാറ്റിയത്. തൻ്റെ വാക്ക് അസത്യമായി പോകരുതെന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു. അത് ഒരു ധാർമ്മിക പ്രതിസന്ധിയായി അവർ കണ്ടു. എന്നാൽ കുന്തിയുടെ ജീവിതാനുഭവങ്ങളുടെയും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ സംഭവത്തെ നോക്കിക്കാണുമ്പോൾ മറ്റൊരു തലം വ്യക്തമാകും. അവരുടെ വാക്കുകൾ ഒരുപക്ഷെ തികച്ചും ബോധപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നിരിക്കാം. അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രാജ്യമില്ലാതെ ശത്രുക്കളുടെ നടുവിൽ ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് നിലനിൽക്കാൻ ഐക്യം അനിവാര്യമാണെന്ന് മറ്റാരേക്കാളും നന്നായി കുന്തിക്കറിയാമായിരുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ പേരിൽ മക്കൾക്കിടയിൽ ഭിന്നതയുണ്ടാകാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കണ്ടിരിക്കാം. ദ്രൗപദിയെപ്പോലെ പാഞ്ചാലം പോലുള്ള ഒരു ശക്തമായ രാജ്യത്തിൻ്റെ രാജകുമാരിയെ ലഭിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമാണ്. എന്നാൽ ആ നേട്ടം തന്നെ തങ്ങളുടെ നാശത്തിന് കാരണമാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഈ വ്യാഖ്യാനമനുസരിച്ച് കുന്തി ഒരു നിസ്സഹായിയായ സ്ത്രീയല്ല, മറിച്ച് പാണ്ഡവരുടെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുന്ന ഒരു തന്ത്രജ്ഞയാണ്. ദ്രൗപദിയെ പങ്കുവയ്ക്കാൻ പറയുന്നതിലൂടെ അവർ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ തർക്കങ്ങളെയും അതിൻ്റെ മൂലത്തിൽ വെച്ചു തന്നെ ഇല്ലാതാക്കി. 5 പേരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി, ഒരു ചരടായി ദ്രൗപദിയെ മാറ്റുകയായിരുന്നു അവർ. ദ്രൗപദി എന്ന വ്യക്തിയുടെ താല്പര്യങ്ങളെക്കാൾ പാണ്ഡവരുടെ ഐക്യം എന്ന വലിയ ലക്ഷ്യത്തിനാണ് ഒരു രാജമാതാവ് എന്ന നിലയിൽ അവർ പ്രാധാന്യം നൽകിയത്. കുന്തിയുടെ ഈ പ്രവൃത്തി അവരുടെ ഭൂതകാലത്തിലെ ദുരനുഭവങ്ങളുടെയും രാഷ്ട്രീയ ജ്ഞാനത്തിൻ്റെയും പ്രതിഫലനമായി കാണാവുന്നതാണ്. അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധികളുടെ ഒരു പരമ്പരയായിരുന്നു. കുട്ടിക്കാലത്ത് ദത്ത് നൽകപ്പെട്ടതും കന്യകയായിരിക്കുമ്പോൾ കർണനെ പ്രസവിച്ചതും സാമൂഹികമായ ഭവിഷ്യത്തുകൾ ഭയന്ന് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നതും ചെറുപ്പത്തിലെ വിധവയായതും ശത്രുക്കൾ നിറഞ്ഞ ഒരു കൊട്ടാരത്തിൽ 5 രാജകുമാരന്മാരെ ഒറ്റയ്ക്ക് വളർത്തിയതും ഒടുവിൽ അരക്കില്ലത്തിലെ വധശ്രമത്തെ അതിജീവിച്ചതും അവരുടെ മനസ്സിനെ ഉരുക്കുപോലെ ഉറച്ചതാക്കിയിരുന്നു. അവരുടെ ജീവിതം തന്നെ മക്കളുടെ നിലനിൽപ്പിനും ഐക്യത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അതുകൊണ്ട് അതിസുന്ദരിയും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള ദ്രൗപദി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സാധാരണ സ്ത്രീയുടെ കണ്ണിലൂടെയല്ല, മറിച്ച് ഒരു രാഷ്ട്രതന്ത്രജ്ഞയുടെ കണ്ണിലൂടെയാണ് കുന്തി അവളെ കണ്ടത്. ദ്രൗപദി ഒരേ സമയം ഒരു വലിയ മുതൽക്കൂട്ടുമാണ്, ഒരു വലിയ ഭീഷണിയുമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനാൽ അവരുടെ നിർദ്ദേശം ആ ഭീഷണിയെ നിർവീര്യമാക്കാനും ആ മുതൽക്കൂട്ടിനെ സുരക്ഷിതമാക്കാനുമുള്ള വേഗതയേറിയതും നിർണായകവുമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. അത് കേവലം
ഒരു വഴക്ക് ഒഴിവാക്കലായിരുന്നില്ല, മറിച്ച് തകർക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കുടുംബ ഘടന രൂപപ്പെടുത്തലായിരുന്നു. മഹാഭാരതത്തിന്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകത അത് കഥാപാത്രങ്ങളെ കേവലം നല്ലവരും ചീത്തവരുമായി തരംതിരിക്കുന്നില്ല എന്നതാണ്. കുന്തിയുടെ കാര്യത്തിലും ഇത് വ്യക്തമാണ്. സ്നേഹനിധിയായ ഒരമ്മയായും ഒരേ സമയം കണിശക്കാരിയായ ഒരു രാഷ്ട്രതന്ത്രജ്ഞയായും ഇതിഹാസം അവരെ അവതരിപ്പിക്കുന്നു. അവരുടെ വാക്ക് ഒരു അബദ്ധമായിരുന്നുവെന്നും അതൊരു തന്ത്രമായിരുന്നുവെന്നും വാദിക്കാൻ ഉതകുന്ന തെളിവുകൾ ഇതിഹാസത്തിൽ തന്നെയുണ്ട്. ഈ അവ്യക്തത ഇതിഹാസകാരൻ ബോധപൂർവം നിലനിർത്തുകയാണ്. ഇത് കുന്തിയെക്കുറിച്ചുള്ള ലളിതമായ വിധിതീർപ്പുകളിൽ നിന്ന് നമ്മെ തടയുകയും അവർ അകപ്പെട്ട സാഹചര്യത്തിന്റെ ധാർമ്മികമായ സങ്കീർണതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ഒരു കുടുംബത്തിന്റെ ഐക്യം വലിയ നന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ, അതായത് ദ്രൗപദിയുടെ സ്വാതന്ത്ര്യത്തെ ബലി കഴിക്കുന്നത് ശരിയാണോ? ഇതിഹാസം വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. പകരം ആ പ്രവൃത്തിയും അതിൻ്റെ അനന്തരഫലങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് ധർമ്മം, കർത്തവ്യം, ത്യാഗം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കുശവക്കുടിലിൽ രൂപം കൊണ്ട പ്രതിസന്ധി ഒരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ലാതെയായി മാറിയപ്പോൾ അതിന് പരിഹാരം കാണാനായി ദൈവിക ശക്തികളും ജ്ഞാനികളും രംഗപ്രവേശം ചെയ്തു. അവരുടെ ഇടപെടലുകളാണ് ഈ സങ്കീർണമായ പ്രശ്നത്തിന് ധാർമ്മികവും സാമൂഹികവുമായ അംഗീകാരം നൽകിയതും പാണ്ഡവരുടെ ഭാവിയെ നിർണയിച്ചതും. പാണ്ഡവർ ബ്രാഹ്മണ വേഷത്തിൽ കുശവന്റെ കുടിലിൽ അഭയം തേടിയിരിക്കുമ്പോഴാണ് യാദവ ശ്രേഷ്ഠരായ ശ്രീകൃഷ്ണനും ബലരാമനും അവരെ തേടിയെത്തുന്നത്. സ്വയംവര സദസ്സിൽ വെച്ച് അസാധാരണമായ രീതിയിൽ വില്ലുകുലച്ച് ലക്ഷ്യം ഭേദിച്ചത് കണ്ടപ്പോൾ തന്നെ ആ ബ്രാഹ്മണ വേഷധാരി അർജുനനാണെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞിരുന്നു. കുടിലിലെത്തിയ കൃഷ്ണൻ തൻ്റെ പിതൃ സഹോദരീപുത്രരായ പാണ്ഡവരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയും അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. അരക്കല്ലത്തിൽ തീയിൽ നിന്നും അവർ രക്ഷപ്പെട്ടതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ച അദ്ദേഹം അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. കൃഷ്ണന്റെയും ബലരാമന്റെയും ഈ സന്ദർശനം കേവലം ഒരു ബന്ധു സമാഗമമായിരുന്നില്ല, അതിന് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. പാണ്ഡവർ മരിച്ചിട്ടില്ലെന്നും അവർ ജീവനോടെയുണ്ടെന്നും സർവോപരി യാദവരുടെ പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ടെന്നും ലോകത്തെ അറിയിക്കുന്ന ഒരു നിശബ്ദമായ പ്രഖ്യാപനമായിരുന്നു അത്. ഇത് ഒരു വശത്ത് പാണ്ഡവരുടെ മനോവീര്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു, മറുവശത്ത് ഹസ്തിനാപുരിയിലെ കൗരവപക്ഷത്തിന് ശക്തമായ ഒരു താക്കീത് നൽകുകയും ചെയ്തു. തങ്ങൾ തിരിച്ചറിയപ്പെടുമോ എന്ന ആശങ്കയിലായ യുധിഷ്ഠിരന് കൃഷ്ണന്റെ വരവ് ആ ആശങ്കയെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റി. കുശവക്കുടിലിൽ നിന്നും പാണ്ഡവർ ദ്രുപദന്റെ കൊട്ടാരത്തിലെത്തിയതോടെ പ്രതിസന്ധിയുടെ സ്വഭാവം മാറി. ദ്രൗപദിയെ 5 പേരും ചേർന്ന് വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ട ദ്രുപദ രാജാവ് കോപാകുലനായി. ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്നത് ലോകനീതിക്കും വേദങ്ങൾക്കും സ്ഥാപിതമായ ആചാരങ്ങൾക്കും വിരുദ്ധമായ അധർമ്മമാണെന്ന് അദ്ദേഹം ശക്തിയായി വാദിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നനും ഇതേ അഭിപ്രായക്കാരനായിരുന്നു. എന്നാൽ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ തികഞ്ഞ ശാന്തതയോടെ ഈ വാദങ്ങളെ പ്രതിരോധിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ധർമ്മത്തിന്റെ ഗതി അതിസൂക്ഷ്മമാണ്. എൻ്റെ മനസ്സ് ഒരിക്കലും അധർമ്മത്തിലേക്ക് ചായ്വ് കാണിക്കുകയില്ല. എൻ്റെ നാവ് ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അമ്മയുടെ വാക്ക് ഞങ്ങൾക്ക് നിയമമാണ്. അതിലുപരി എൻ്റെ മനസ്സ് ഈ വിവാഹത്തെ അംഗീകരിക്കുന്നു. അതിനാൽ ഇത് അധർമ്മമല്ല. എൻ്റെ വാദത്തെ ബലപ്പെടുത്താനായി ബഹുഭർത്തൃത്വത്തിന് പുരാണങ്ങളിൽ മുൻ മാതൃകകളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗൗതമ വംശത്തിൽപ്പെട്ട ജഡില എന്ന കന്യക 7 ഋഷിമാരെ ഒരേ സമയം വിവാഹം കഴിച്ച കഥ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു. ഈ സംവാദം അധർമ്മത്തിലെ 2 വ്യത്യസ്ത തലങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. ദ്രുപദ രാജാവ് പ്രതിനിധീകരിക്കുന്നത്
കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന എഴുതപ്പെട്ട നിയമങ്ങളെയും സാമൂഹിക ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സ്ഥാപിത ധർമ്മത്തെയാണ്. എന്നാൽ യുധിഷ്ഠിരൻ മുന്നോട്ട് വയ്ക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ആന്തരികമായ മനസാക്ഷിയെയും യുക്തിയെയും അടിസ്ഥാനമാക്കിയുള്ള സൂക്ഷ്മധർമ്മത്തെയാണ്. നിയമപുസ്തകങ്ങളിലെ അക്ഷരങ്ങളെക്കാൾ ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധിക്കും അതിൻ്റെ പരിണിത ഫലങ്ങൾക്കുമാണ് സൂക്ഷ്മധർമ്മം പ്രാധാന്യം നൽകുന്നത്. മഹാഭാരതത്തിലുടനീളം കാണുന്ന ഒരു പ്രധാന പ്രമേയമാണ് ഈ രണ്ടു ധർമ്മങ്ങൾ തമ്മിലുള്ള സംഘർഷം. ദ്രുപദന്റെ സദസ്സിലെ തർക്കം ഒരു പരിഹാരമല്ലാതെ മൂർച്ഛിച്ചപ്പോഴാണ് ഇതിഹാസത്തിന്റെ കർത്താവായ സാക്ഷാൽ വേദവ്യാസ മഹർഷി അവിടെ പ്രത്യക്ഷനാകുന്നത്. എല്ലാവരും അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ വ്യാസൻ ദ്രുപദ രാജാവിന് ദിവ്യദൃഷ്ടി നൽകി. ആ ദിവ്യ ചക്ഷുസ്സിലൂടെ ദ്രുപദൻ പാണ്ഡവരുടെ യഥാർത്ഥ ദൈവിക രൂപം കണ്ടു. അവർ സാധാരണ മനുഷ്യരല്ല, മറിച്ച് ദേവന്മാരുടെ അംശങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തുടർന്ന് ഈ വിവാഹത്തിന്റെ പിന്നിലെ ദൈവികമായ കാരണം വ്യാസൻ വെളിപ്പെടുത്തി. ദ്രൗപദിയുടെ പൂർവ്വജന്മകഥ അദ്ദേഹം വിവരിച്ചു. മുൻ ജന്മത്തിൽ അവർ ഇന്ദ്രസേന എന്ന പേരുള്ള ഒരു ഋഷിപത്നിയായിരുന്നു എന്നും തൻ്റെ ഭർത്താവായ മൗദ്ഗല്യ മഹർഷിയിൽ നിന്നും ശാപം ലഭിച്ച അവൾ പിന്നീട് ഭഗവാൻ ശിവനെ പ്രസാദിപ്പിക്കാനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. പ്രത്യക്ഷനായ ശിവനോട് സർവഗുണങ്ങളും തികഞ്ഞ ഒരു ഭർത്താവിനെ വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ ആവേശത്തിലും ആകാംക്ഷയിലും അവൾ പതിയും ദേഹി അല്ലെങ്കിൽ ഭർത്താവിനെ നൽകിയാലും എന്ന് 5 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞുപോയി. അതിനാൽ അടുത്ത ജന്മത്തിൽ അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകുമെന്ന് ശിവൻ വരമേകി. അതിനാലാണ് ആ സ്ത്രീയുടെ ഈ ജന്മമാണ് ദ്രൗപദിയായി പിറന്നിരിക്കുന്നത്. പാണ്ഡവർ 5 പേരും ദേവന്മാരുടെ വിവിധ രൂപങ്ങളാണെന്നും വ്യാസൻ വിശദീകരിച്ചു. വ്യാസന്റെ ഈ ഇടപെടൽ പ്രതിസന്ധിയുടെ മാനം പൂർണ്ണമായും മാറ്റിമറിച്ചു. അതൊരു സാമൂഹിക പ്രശ്നമെന്ന നിലയിൽ നിന്ന് ഒരു ദൈവിക പദ്ധതിയുടെ അനിവാര്യമായ പൂർത്തീകരണമായി മാറി. വ്യാസന്റെ വെളിപ്പെടുത്തൽ ദ്രുപദന്റെ എല്ലാ സംശയങ്ങളെയും ഇല്ലാതാക്കുകയും വിവാഹത്തിന് പൂർണ്ണ മനസ്സോടെ സമ്മതം നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത് കേവലം ഒരു കഥ പറച്ചിലായിരുന്നില്ല, മറിച്ച് അസാധാരണവും ലോകനീതിക്ക് വിരുദ്ധമെന്ന് തോന്നുന്നതുമായ ഒരു സംഭവത്തിന് ധാർമ്മികവും ദൈവികവുമായ സാധൂകരണം നൽകുന്ന പ്രക്രിയയായിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇടപെടൽ കൊണ്ടല്ല, മറിച്ച് രാഷ്ട്രീയവും ധാർമ്മികവും ദൈവികവുമായ 3 തലങ്ങളിലുള്ള ഒരു സംയുക്ത ശ്രമത്തിലൂടെയാണ്. കൃഷ്ണന്റെ സന്ദർശനം രാഷ്ട്രീയമായ അംഗീകാരം നൽകിയപ്പോൾ യുധിഷ്ഠിരന്റെ വാദങ്ങൾ ധാർമ്മികമായ ന്യായീകരണം നൽകി. ഒടുവിൽ വ്യാസന്റെ വെളിപ്പെടുത്തൽ അതിന് ദൈവികമായ അന്തിമ മുദ്ര ചാർത്തി. ഈ 3 ഘടകങ്ങളും ഒത്തുചേർന്നത് കൊണ്ടാണ് ഇത്രയും വിപ്ലവകരമായ ഒരു പ്രവൃത്തിക്ക് സാധുത ലഭിച്ചത്. ദ്രുപദന്റെ എതിർപ്പിന്റെ പിന്നിലും കേവലം സാമൂഹിക നിയമങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ദ്രോണരോടുള്ള പ്രതികാരം വിട്ടാൻ ദ്രോണരെ തോൽപ്പിക്കുന്ന അർജുനനെ മാത്രം മരുമകനായി കിട്ടാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. ബഹുഭർത്തൃത്വം എന്ന ആശയം അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തെ സങ്കീർണമാക്കി. വ്യാസന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഈ സംഘർഷത്തിനും പരിഹാരമായി. ദൈവികമായി നിശ്ചയിക്കപ്പെട്ട വിവാഹത്തെ അംഗീകരിക്കുന്നതിലൂടെ ഒരു പിതാവിൻ്റെയും രാജാവിൻ്റെയും ധർമ്മം നിറവേറ്റാനും അതോടൊപ്പം പാണ്ഡവരെ പോലുള്ള ശക്തരെ സഖ്യകക്ഷികളായി നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. ദ്രൗപദിയുടെ അസാധാരണമായ വിവാഹം പാണ്ഡവരുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. കുശവക്കുടിലിൽ ആരംഭിച്ച പ്രതിസന്ധിയുടെ പര്യവസാനം ഹസ്തിനാപുരിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമായി. അതിൻ്റെ അനന്തരഫലങ്ങൾ ഇതിഹാസത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. ദ്രൗപദിയുമായുള്ള വിവാഹം നടന്നതോടെ പാഞ്ചാല രാജ്യം
പാണ്ഡവരുടെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായി മാറി. ഇത് പാണ്ഡവരുടെ രാഷ്ട്രീയ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഈ വാർത്ത ഹസ്തിനാപുരിയിൽ എത്തിയപ്പോൾ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. പാണ്ഡവർ മരിച്ചിട്ടില്ലെന്നും അവർക്ക് ഇപ്പോൾ ദ്രുപദ രാജാവിൻ്റെയും യാദവ കുലത്തിൻ്റെയും ശക്തമായ പിന്തുണയുണ്ടെന്നും അറിഞ്ഞതോടെ കൗരവപക്ഷം അസ്വസ്ഥരായി. കുരുവംശത്തിലെ മുതിർന്നവരായ ഭീഷ്മർ, ദ്രോണർ, വിതുരർ എന്നിവർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. പാണ്ഡവരുമായി ഒരു യുദ്ധം ഒഴിവാക്കണമെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട രാജ്യത്തിൻ്റെ പകുതി നൽകി സന്ധി ചെയ്യുകയാണ് ഉചിതമായ മാർഗമെന്ന് അവർ ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു. എന്നാൽ ദുര്യോധനനും കർണനും ശകുനിയും ഈ ഉപദേശത്തെ ശക്തമായി എതിർത്തു. പാണ്ഡവർ കൂടുതൽ ശക്തരാകുന്നതിന് മുൻപേ അവരെ നശിപ്പിക്കണമെന്ന് അവർ വാദിച്ചു. ഈ സംഭവം അതുവരെ ഒളിഞ്ഞും തെളിഞ്ഞു വരുന്ന കൗരവ പാണ്ഡവ ഭിന്നതയെ ഒരു തുറന്ന രാഷ്ട്രീയ സംഘർഷമാക്കി മാറ്റി. പാണ്ഡവർ ഇനി ദുർബലരായ ആശ്രിതരല്ല, മറിച്ച് സ്വന്തമായി സഖ്യകക്ഷികളുള്ള അവഗണിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ ശക്തിയാണെന്ന് കൗരവർക്ക് ബോധ്യമായി. ഈ തിരിച്ചറിവാണ് ഒടുവിൽ രാജ്യവിഭജനം എന്ന തീരുമാനത്തിലേക്ക് ധൃതരാഷ്ട്രരെ എത്തിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പാണ്ഡവർക്ക് ഖാണ്ഡവപ്രസ്ഥം ലഭിക്കുന്നതും അവർ അവിടെ ഇന്ദ്രപ്രസ്ഥം എന്ന മഹാനഗരം നിർമ്മിക്കുന്നതും. അങ്ങനെ ദ്രൗപദിയുടെ വിവാഹം പാണ്ഡവർക്ക് ഒരു രാജ്ഞിയെ മാത്രമല്ല, ഒരു രാജ്യം തന്നെ നേടിക്കൊടുത്തു. ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം മൂലകാരണം ദ്രൗപദിയുടെ വിവാഹത്തെ തുടർന്നുണ്ടായ പുതിയ അധികാര സമവാക്യങ്ങളായിരുന്നു. സ്വയംവരത്തിന് മുൻപ് പാണ്ഡവർ മരിച്ചുവെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അവർക്ക് രാഷ്ട്രീയമായി യാതൊരു നിലനിൽപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹശേഷം പാണ്ഡവർക്ക് പാഞ്ചാലരുമായി അഭേദ്യമായ ഒരു സഖ്യവും യാദവരുടെ പിന്തുണയും ലഭിച്ചു. ഈ പുതിയ ശക്തിയെ അവഗണിക്കാൻ ധൃതരാഷ്ട്രർക്ക് സാധിക്കുമായിരുന്നില്ല. ഭീഷ്മരും ദ്രോണരും വിതുരരും രാജ്യവിഭജനത്തിന് ഉപദേശിച്ചത് കേവലം ഔദാര്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർ തോൽക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയപരമായ ഭയം കൊണ്ടും മാത്രമായിരുന്നു. ദുര്യോധനന്റെ ശത്രുത അതേപടി നിലനിന്നെങ്കിലും പാണ്ഡവരെ എളുപ്പത്തിൽ തള്ളിക്കളയാനോ നശിപ്പിക്കാനോ കഴിയാത്ത വിധം അവർ ശക്തരായതുകൊണ്ടാണ് മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കപ്പെട്ടത്. അതിനാൽ കുശവക്കുടിലും ദ്രുപദന്റെ കൊട്ടാരത്തിലുമുണ്ടായ സംഭവങ്ങളാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ സ്ഥാപനത്തിന് നേരിട്ടുള്ള കാരണമായതെന്ന് നിസ്സംശയം പറയാം. കുശവക്കുടിലിൽ ഒരു ചെറിയ സംഭവവുമായി ഒരു നാക്കുപിഴയായി ആരംഭിച്ച പ്രതിസന്ധി വ്യക്തിപരവും സാമൂഹികവും ധാർമ്മികവും രാഷ്ട്രീയവുമായ തലങ്ങളിലൂടെ വളർന്ന് വലുതായി. ഒടുവിൽ യുധിഷ്ഠിരന്റെ ധർമ്മബോധവും നേതൃപാഠവും കുന്തിയുടെ ദീർഘവീക്ഷണവും ശ്രീകൃഷ്ണന്റെ തന്ത്രപരമായ രാഷ്ട്രീയ പിന്തുണയും വേദവ്യാസന്റെ ദൈവികമായ ഇടപെടലും എല്ലാം ചേർന്നാണ് ആ മഹാപ്രതിസന്ധിക്ക് പരിഹാരമായത്. പാഞ്ചാലി പരിണയം കേവലം ഒരു വിവാഹ കഥയല്ല, അത് ധർമ്മത്തിന്റെ സങ്കീർണതകളെയും രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെയും മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇച്ഛകൾ എങ്ങനെ പരസ്പരം പ്രവർത്തിക്കുന്നു എന്നതിനെയും കുറിച്ചുള്ള ഒരു മഹത്തായ പാഠമാണ്. ഒരു കുടുംബത്തിനുള്ളിൽ ഭിന്നതയുടെ വിത്തുകൾ പാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ എങ്ങനെ ആ കുടുംബത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റാം എന്ന ഉദാത്തമായ ഉദാഹരണമായി ഈ സംഭവം നിലകൊള്ളുന്നു. ദ്രൗപദി എന്ന ഒരൊറ്റ സ്ത്രീയിലൂടെ 5 സഹോദരന്മാരും പാഞ്ചാലം, യാദവകുലം എന്നീ മഹാശക്തികളും ഒരുമിച്ച് ചേർന്നു. ഈ മഹാസഖ്യമാണ് പിൽക്കാലത്ത് മഹാഭാരത യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നതിലും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചത്. ഈ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രം എന്നതിലുപരി കഥയുടെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവാണ് ദ്രൗപദി. അധർമ്മത്തെ നശിപ്പിക്കാനായി യാഗാഗ്നിയിൽ നിന്ന് ജനിച്ചവളാണ് അവൾ. അവളുടെ വരവ് ഉടൻ തന്നെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. അവളുടെ നിലനിൽപ്പ് ധർമ്മത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു സംവാദത്തിന് കാരണമായി. അവളുടെ വിവാഹം കൗരവ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിന് രൂപം നൽകി. അവൾ പാണ്ഡവരെ ഒരുമിപ്പിക്കുന്ന ചരടായി മാറി. പിൽക്കാലത്ത് ചോദ്യകളി സഭയിൽ അവൾക്കുണ്ടായ അപമാനം
യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന കാരണമായി തീർന്നു. അതിനാൽ അവൾ കഥയിലെ ഒരു കഥാപാത്രം മാത്രമല്ല, ഓരോ നിർണായക ഘട്ടത്തിലും കഥയുടെ ഉത്തേജകമായി വർത്തിക്കുന്നതും അവൾ തന്നെയാണ്. അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി പാണ്ഡവരുടെ ശക്തിയെ ഏകീകരിക്കുന്നതിൽ അവൾക്കുള്ള പങ്കിന്റെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഉദാഹരണമാണ്. തുടക്കത്തിൽ നിസ്സഹായയായി കാണപ്പെട്ട അവൾ പിന്നീട് പാണ്ഡവരുടെ സംഘടിത ശക്തിയുടെ തന്നെ കാരണമായി മാറി.